കേരളത്തിൽ ഒന്നും ഉദ്ഘാടനം ചെയ്യാനില്ലാത്തതുകൊണ്ട് മന്ത്രി ഇതാ യു-ടേൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഹെഡ് അദ്ദേഹത്തിൻ്റെ പത്രത്തിലും അതിനെക്കുറിച്ച് സെൻട്രൽ സ്പീഡിൽ എഴുതി ഒരു വീഡിയോയും ചെയ്തു. അതേ ദിവസമാണ് IBMന്റെ ചരിത്രത്തിലാദ്യമായി 2 കൊല്ലത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് 2ാമത്തെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ചരമക്കൊള്ളത്തിൻ്റെ താഴെ ഞാൻ പറയാനില്ല, പ്രാദേശിക വാർത്തയായിരുന്നു. നമ്മൾ ഇയർ ഓഫ് എന്റർപ്രൈസസും പുതിയ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് എല്ലാ ജില്ലയിലും സംരംഭകരുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിൽ നിലവിലുള്ള സംരംഭകരൊന്നും വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയരുകയുണ്ടായി. അപ്പോൾ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് M2S, S2M, മൈക്രോ ടു സ്മോൾ, സ്മോൾ ടു മീഡിയം, അതിൽ എങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. അതിൽ നിന്നാണ് മിഷൻ 1000 എന്നൊരു മിഷൻ തന്നെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. 1000 വ്യവസായശാലകൾ, സർവീസ് ഉൾപ്പെടെ, മാനുഫാക്ചറിങ് മാത്രമല്ല സർവീസും ഈ ഡെഫിനിഷൻ പെടും, ഉൾപ്പെടെ ഒരു 3 വർഷം കൊണ്ട് ശരാശരി 100 കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങളായി വിപുലപ്പെടുത്തുക. ശരാശരി എന്നാണ് നമ്മളത് ഉപയോഗിച്ചത്. 100 കൃത്യം 100 കോടി എന്നല്ല, ചിലപ്പോൾ 70 കോടിയുള്ളത് 100 കോടിയാകാം, ചിലപ്പോൾ ഒരു 110 കോടിയുള്ളത് 140 കോടിയാകാം. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയും പരിഗണിക്കപ്പെടാതിരിക്കാൻ പാടില്ല. നോക്കുമ്പോൾ 1000 ഇൻഡസ്ട്രി 100 കോടി ടേൺ ഓവർ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ കേരളത്തിൽ. ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നുള്ളത് നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി. ഇപ്പം നമ്മൾ 260 തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലും SLBC ഉണ്ട്, അല്ലേ, പ്രതിനിധിയുണ്ട്. സംഘടനാ പ്രതിനിധികളും അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ട്രാൻസ്പെറൻറ്റ് പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ 60 മാർക്ക് കിട്ടുന്നവരാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അതിലാദ്യം നമ്മൾ ക്രൈറ്റീരിയ നിശ്ചയിച്ചപ്പോൾ പ്രയോറിറ്റി 22 പ്രയോറിറ്റി സെക്ടറിന് ഒരു അഡീഷണൽ മാർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അത് പിന്നെ അവർക്ക് മാത്രമായി ചുരുങ്ങുമോ എന്ന ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്, അല്ലേ, അത് മാറ്റി. ഇപ്പോൾ 260. ചില കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാതിരിക്കുമ്പോൾ തോന്നും ശതമാനം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ നന്നാകുമല്ലോ എന്ന്. അപ്പം അങ്ങനെ ചിലർ ചോദിക്കുന്നുണ്ട് 60 തന്നെ വേണോ, ഒന്ന് കുറച്ചൂടെ? 60 വയ്ക്കുന്നത് 60ലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ അതിലേക്ക് കൂടി എത്താനുള്ള പ്രചോദനമാണ്. നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ, മെച്ചപ്പെടുത്തൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെ നടത്തിയാൽ ഇതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അടുത്ത വർഷം കൂടി ആകുമ്പോൾ, ഇപ്പം തന്നെ നമ്മൾ ഫെബ്രുവരിക്ക് മുമ്പ് ഒരു 500 എന്നാണ്, അല്ലേ മിർ, 500 ഈ ഇൻവെസ്റ്റ് സബ്മിറ്റിന് മുമ്പ് 500 സെലക്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ പകുതി ഇതിലേക്ക് എത്തും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. നമുക്കിപ്പോൾ കേരളം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ തന്നെ EYയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തിട്ടാണ്. 10,000 പേരാണ് ഇപ്പോൾ EY കേരളത്തിൽ. ഇന്ത്യയിലെ നമ്പർ 2 ഇപ്പോൾ കേരളമാണ്. അധികം വൈകാതെ നമ്പർ 1 ആകും എന്ന പ്രതീക്ഷ ഞാൻ അവിടെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 നിലയാണ് ഉദ്ഘാടനം ചെയ്ത്, 5 നില കൂടി വരികയാണ്. 9 നിലകളിൽ EY കേരളത്തിൽ അവരുടെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ആ മേഖലയ്ക്കകത്ത് നല്ല മുന്നേറ്റമുണ്ട്. ഇന്നലെ മാധ്യമങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അദാനിയുടെ 500 കോടി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ലോജിസ്റ്റിക് പാർക്ക്. അവരും അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കൂടുമ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി 21, 22 ഇതൊക്കെ അവസാന രൂപം നൽകി 1000 കോടിയുടെ ലോജിസ്റ്റിക് പാർക്കായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ തന്നെ അങ്കമാലിയിൽ അവിഗ്നയുടെ 4 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ്. അതിൻ്റെയും അവസാനം എത്ര അക്കൗണ്ട് എന്നുള്ളതും നമ്മുടെ ഈ സബ്മിറ്റിലാണ് അവസാന രൂപം വരിക. എന്നാൽ നമ്മളെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്.
കേൾക്കുന്നോ? ലോകത്തിലെ നമ്പർ 1 ലോജിസ്റ്റിക് സംവിധാനമാണ് പെനറ്റോണി. കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പെനറ്റോണിയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ചർച്ച അവസാന ഘട്ടത്തിലെത്തുന്നത്. ബിനാനി സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 ഏക്കറിൽ പെനറ്റോണിയുടെ വലിയ ഇൻഡസ്ട്രിയൽ കം ലോജിസ്റ്റിക് പാർക്കാണ് വരാൻ പോകുന്നത്. 4 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ജികോം അവരുടെ ലോജിസ്റ്റിക് പാർക്ക്. പറവൂർ ആലുവ റോഡിൽ ഇപ്പോൾ മന്നത്ത് ഫ്ലിപ്കാർട്ടിൻ്റെ വലിയ ലോജിസ്റ്റിക് പാർക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക, ഏകദേശം വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പം ഇത് തന്നെ വരുമ്പോൾ ഒരു 10,000 കോടിയാണ് ഇവിടെ ലോജിസ്റ്റിക്കിൽ മാത്രം നമ്മുടെ സബ്മിറ്റിൽ വരാൻ പോകുന്നത്. അപ്പം അതെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് പുറത്തുള്ള സ്ഥാപനങ്ങളും വരുന്നുണ്ട്. ചെറിയ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സൂചിപ്പിക്കേണ്ടത് നമ്മുടെ ഇയർ ഓഫ് എന്റർപ്രൈസസ് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കണക്കിൽ നമുക്ക് 3,40,202 സ്ഥാപനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 7,21,000 എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു. അതോടൊപ്പം തന്നെ 21,838 കോടിയുടെ നിക്ഷേപം അതിൻ്റെ ഭാഗമായി വ്യവസായ നിക്ഷേപമായി മാറി. യഥാർത്ഥത്തിൽ 21,838 കോടി നിക്ഷേപം ഒരു സ്റ്റേറ്റിൽ ഉണ്ടായി എന്നുള്ളത് വലിയ വാർത്തയാണ്. ചെറുതാണ്. ഇവിടെ തന്നെ വന്ന പണമാണ്, പുറത്തുനിന്ന് വന്നതൊന്നുമല്ല. ചിലപ്പോൾ ബാങ്കിൽ കിടന്ന ഡെപ്പോസിറ്റ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായിട്ടുണ്ടാവും, ചിലപ്പോൾ ഓർണമെന്റ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായിട്ടുണ്ടാവും, ചിലപ്പോൾ കടം വാങ്ങിയ ലിക്വിഡ് ക്യാഷ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായിട്ടുണ്ടാവും. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലാകുന്നതോടുകൂടി പണം മൂലധനമായി മാറുമ്പോൾ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സംരംഭങ്ങളും ഞാൻ ദീർഘമായി ഉദ്ഘാടന പ്രശ്നം തുനിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇയർ ഓഫ് എന്റർപ്രൈസസ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, പ്രൈം മിനിസ്റ്ററുടെ റെക്കഗ്നിഷൻ കിട്ടി. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം നോവൽ ഇന്നൊവേഷൻ ഇൻ ഗവേണൻസ് എന്ന രൂപത്തിൽ അംഗീകരിക്കുന്നത്. അത് ചരിത്രത്തിൽ 82 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അത് നമ്മുടെ ഇയർ ഓഫ് എന്റർപ്രൈസസ് ആണ്. ഇപ്പോൾ മാർച്ച് 28-29 ആനുവൽ കോൺഫറൻസ് ആൻഡ് ഇൻവിറ്റേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 152 രാജ്യങ്ങളിൽ നിന്നാണ്. സാധാരണ എൻ്റെ എല്ലാ വർഷവും നടക്കുന്ന ഈ കോൺഫറൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാം. സാധാരണ അതാണ് എൻ്റെ ഒരു കൺവെൻഷൻ തന്നെ. അപ്പോൾ അത്രയും വലിയ റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിയത് നമ്മളെല്ലാവരും ഒന്നിച്ച് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു, ലാൻഡ് അലോട്ട്മെൻറ്റിൻ്റെ മാറ്റം വന്നു. ഈ മാസത്തോട് ഈ വർഷം ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ടും നമ്മുടെ ലാൻഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഞങ്ങൾ റിവ്യൂ ചെയ്തു. ഇനി കേസുകളിലുള്ള ഒരു 70 ഏക്കറോളം ലാൻഡാണ് ഇനി ബാക്കിയുള്ളത്. അത് ഡയറക്ടർ തന്നെ നേരിട്ട് അതിനകത്ത് വലിയ പാർസലുകൾ പ്രത്യേകം വിളിച്ച് നമ്മുടെ ഈ പുതിയ പോളിസി വന്നതിൻ്റെ ഭാഗമായി അത് പരിഹരിക്കാൻ കഴിയുന്നത് പരിഹരിക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ അതോടുകൂടി മിക്കവാറും എല്ലാ ലാൻഡും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സദർലൻഡ് കമ്പനി അവർ 2006 കാലഘട്ടത്തിലാണ് ഇവിടെ ലാൻഡ് എടുത്തത്. ഒരു ലാൻഡെല്ലാം എടുത്തെങ്കിലും 30-40 ഏക്കർ എടുത്തു അല്ലേ സദർലൻഡിൻ്റെ? അല്ല, അവരെടുത്തത് എത്ര ലാൻഡായിരുന്നു? 30 ഏക്കറോ മറ്റോ. എന്നാൽ അവരുടെ ഇതൊക്കെ വെച്ചിട്ട് അവർ കുറച്ചുകൂടി സ്ഥലം വേണമായിരുന്നു, ഒരു 1 ഏക്കറോളം. ആ ഒറ്റ പ്രശ്നത്തിലാണ് ഇത്ര കാലം വരുന്നത്. ഇപ്പം നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ അന്ന് HMTയുടെ സ്ഥലം കിട്ടാൻ അവസാനം നമ്മൾ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു, ഞങ്ങൾ കാശ് വേണി കെട്ടിവയ്ക്കാം, നമുക്ക് കിട്ടേണ്ട സ്ഥലമാണെന്നാണ് ഹൈക്കോടതി വിധി, നമ്മുടേതാണ് എങ്കിൽ പോലും വേണമെങ്കിൽ പൈസ കെട്ടിവെച്ചാലും വിധി വരുമ്പോൾ ഗവൺമെൻറ്റാണെങ്കിൽ ഗവൺമെൻറ് തിരിച്ചെടുക്കാം, HMTക്കാണെങ്കിൽ HMTക്ക് കൊടുക്കാം. അത് സുപ്രീം കോടതി അംഗീകരിച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സദർലാൻഡിൻ്റെ ഈ പറഞ്ഞ അവർ ആവശ്യപ്പെട്ട സ്ഥലം അവർ വില നൽകാൻ തയ്യാറാണ്. വിൽക്കാൻ HMTയും ഗവൺമെൻറ്റും നേരത്തെ തന്നെ സമ്മതിച്ചിട്ടില്ല. ആർക്ക് പൈസ കൊടുക്കണ തിരക്കാണ് ഇത്രയും കാലമായിട്ട് നിന്നിരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു, പൈസ നിങ്ങൾ ഗവൺമെൻറ് തന്നെ വാങ്ങിക്കോ, തീരുമാനം അനുസരിച്ച് പിന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ആ സ്ഥലം കൂടെ ഇപ്പോൾ 30 ഏക്കറോളം വലിയ സംവിധാനം സദർലൻഡിൻ്റെ അവിടെ വരികയാണ്. പെരുമ്പാവൂർ റയോൺസ് നമ്മളിപ്പോൾ 30 ഏക്കർ നമ്മുടെ കയ്യിലേക്ക് എത്തി. അതിൽ ഇലക്ട്രോണിക്സ് പാർക്കായി മാറ്റുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നല്ല മാറ്റം എല്ലാ രംഗത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി 1ാം റാങ്കിലേക്ക് എത്തി. കേരളം നമ്മൾ ഏറ്റവും പുറകിലായിരുന്നു, ഇപ്പോൾ നമ്മൾ 1-ലെത്തി. നമുക്കിപ്പോൾ കേരള വ്യവസായത്തിന് പറ്റിയ ഇടമല്ല എന്ന ഒരു ചിത്രം മാറി.
നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെയും കേരളത്തിൽ ഇപ്പം ഞാൻ വന്നു അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വന്നു, കുറേ മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു പ്രധാന കുറവ് നെഗറ്റീവ് മാത്രം പുറത്തേക്ക് വന്നിരുന്നുള്ളൂ. എന്തായിരുന്നു ഒരു കുറവ്? ഇപ്പോൾ ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗുകളുടെ 12% കേരളമാണ് നിർമ്മിക്കുന്നത്. 12%. ഞാൻ ആദ്യത്തെ വർഷം ഈ കമ്പനികളുടെ പേര് സംരംഭകരുടെ മീറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, ആരും മറുപടി പറഞ്ഞില്ല. ആദ്യ റൗണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ്? ഇപ്പോൾ എല്ലാവർക്കും ഒരു മാറ്റം വന്നു. അതോടൊപ്പം തന്നെ സ്പൈസ് പ്രോസസ്സിംഗ് ഹബ്ബ് കേരളമാണ്. ഇപ്പോൾ സിന്തേറ്റിൻ്റെ ഒരു വീഡിയോ എൻ്റെ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ആൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. 10 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാം റീൽ. കാരണം നമ്മൾ തന്നെയല്ലേ ഇത് പറയാനുള്ളൂ. പിന്നെ ഇടയ്ക്ക് റോഷൻ എന്തെങ്കിലും എഴുതും, ബാക്കിയൊക്കെ നെഗറ്റീവാണല്ലോ കൂടുതൽ വന്നു. ഇപ്പം അത് മാറി, പോസിറ്റീവായി പത്രങ്ങളിലും വരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റബ്ബർ ത്രെഡ് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനം എവിടെയാണ്? റബ്ബർ കേരളത്തിലാണ്. റബ്ബർ വാല്യൂ അഡീഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. റബ് ഫ്ലിപ്സ് കേരളത്തിൽ നിന്നാണ്, പാലക്കാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ത്രെഡ് ഉൽക്കാടനം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി. റബ്ബറിൽ തന്നെ സെന്റ് മേരീസ്, വജ്ര പ്രധാനപ്പെട്ട കമ്പനികളാണ്. ഇൻഡിജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന ഏക കമ്പനി TTK കേരളത്തിലാണ്. ഹൃദയ വാൽവ് ഉണ്ടാക്കുന്ന ഏക കമ്പനി. അഗാപ്പെ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അഗാപ്പെ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത്. ഏഷ്യയിൽ 1ാമത്തെയും ലോകത്തിലെ 2ാമത്തെയും കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയില്ലേ? ഡെൻ കെയർ ഇവിടെ മൂവാറ്റുപുഴയിൽ. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒത്തിരി കമ്പനികളുണ്ട്. പക്ഷെ നമ്മുടെ പൊതുധാരണ എന്താ? ഇവിടെ ആകെ ബാർബർ ഷോപ്പും പെട്ടിക്കടയും പിന്നെ ബീവറേജ് അല്ലേ ഉള്ളൂ. ഇതാണ് നമ്മളാകെ ഉണ്ടാക്കുന്ന ഒരു ഇത്. കേരളത്തിൻ്റെ ഒരു പരിമിതി. ഇപ്പോൾ നല്ല പോസ്റ്റർ നോക്കി അപ്പോഴേക്കും ആരെങ്കിലും ഒരാളുകളുണ്ട്, ഇതിപ്പോൾ സിന്തേറ്റ് ഉണ്ട്. അപ്പോൾ ചില ഇത് ഗവൺമെൻറ് ആണോ? ഇനി ഗവൺമെൻറ് ആണെങ്കിലോ അതിൻ്റെ അടി കൊണ്ട് ഗവൺമെൻറ് വ്യവസായം നടത്തേണ്ടതുണ്ടോ? ഇങ്ങനെ ഒരു അസാധാരണ നൈപുണ്യമുള്ള കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കുറേ കുറഞ്ഞു. കുറേ നെഗറ്റീവ് മാത്രം വരുന്നു. പോസിറ്റീവായ ഒത്തിരി കാര്യങ്ങൾ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ സംരംഭക സംഗമം നടത്തി എല്ലാ പഞ്ചായത്തിലേക്ക് ഇനി വരികയാണ്. ഇവിടെ 1000ൽ കണക്കിന് ആളുകൾ പങ്കെടുത്ത സംഗമം നമ്മൾ കൊച്ചിയിൽ നടത്തി. ഇനിയിപ്പോൾ എല്ലാ പഞ്ചായത്തിലും സംരംഭക സഭ. ഇവിടെ ചില കാര്യങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞല്ലോ, പുതുതായി തുടങ്ങുന്നവർക്കുള്ള സപ്പോർട്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിവ്യൂ നടത്തി, പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഞാനും ഉദ്യോഗസ്ഥരിരുന്നു. ഏകദേശം 7 കോടി രൂപയോളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ MSMEകളുടെ ഈ 9 മാസത്തിനുള്ളിൽ K-സ്റ്റോർ വഴി വിറ്റിട്ടുണ്ട്. ഞങ്ങളൊരു MOU വെച്ചിരുന്നു, ഇൻഡസ്ട്രീസും പൊതുവിതരണ വകുപ്പും. K-സ്റ്റോറിൽ അവിടുത്തെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാം. MOU അവരും ഇവരും തമ്മിൽ നേരിട്ടുള്ള ഏർപ്പാടാണ്. എന്നാൽ അതിനുള്ള അവസരം ഗവൺമെൻറ് ഒരുക്കുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ K-സ്റ്റോർ വഴി കൊണ്ടുവരാൻ. അപ്പം നിങ്ങളുടെ നടക്കുന്ന സ്ഥലത്തൊരു K-സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ വിപണി കിട്ടും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ K-ഷോപ്പി നല്ല രൂപത്തിൽ പോകുന്ന ഓൺലൈൻ സംവിധാനമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെയാണ്. ഇനി MSME കൂടി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാർക്കറ്റ് എങ്ങനെ വിപുലപ്പെടുത്താം? ഇപ്പോൾ കേരള ബ്രാൻഡ് വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തു നന്മ. ബാക്കി കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിവ്യൂ നടത്തി. മറ്റ് 4-5 ഇപ്പം തന്നെ പ്രോട്ടോകോൾ തയ്യാറാക്കി. ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ ബ്രാൻഡിങ്ങിലേക്ക് വരും. അപ്പോൾ നല്ല സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? പിന്നെ 100% ഒരു വ്യവസായം വിജയിക്കുമെന്ന് ആർക്കും ഉറപ്പ് നൽകാൻ പറ്റില്ല. എല്ലാത്തിലും ഇമ്മോർട്ടാലിറ്റി ഒന്നുമില്ല. ഇതിനകത്ത് ചിലത് പ്രതിസന്ധി നേരിടും. മനസ്സിലാക്കി സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ വൈബുള്ളവർ മുന്നോട്ട് പോകും. ചിലർ പ്രശ്നങ്ങളുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, തുറക്കുമ്പോൾ ആരും അറിയില്ല, അടയ്ക്കുന്നത് എല്ലാവരും അറിയും. ഒരെണ്ണം അടച്ചാൽ മതി, എല്ലാവരും അറിയും. ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മീഡിയയുടെ പരിപാടി തന്നെ പറഞ്ഞു, പൊതുവെ ഇപ്പം നാടാകെ മാറിയിട്ടുണ്ട്, മീഡിയ കൂടി കുറച്ച് മാറിയാൽ. ഞാനപ്പോൾ അവരോട് അനുഭവം പറഞ്ഞു. നമ്മൾ ഈ കളമശ്ശേരി കൂടെ പോയവർക്ക് അറിയാം, സീപോർട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു. ചിലപ്പോൾ
ഫ്ലൈറ്റ് പോലും മിസ്സായവരുണ്ട്. അപ്പോൾ നമ്മളോട്ട് പരിഷ്കാരം നടപ്പിലാക്കി, ഒരു റൗണ്ടിങ് സംവിധാനം കൊണ്ടുവന്നു, സിഗ്നലെല്ലാം മാറ്റി. അപ്പോൾ യു ടേണുകൾ കുറച്ചു, സിഗ്നലിന് പകരം യു ടേൺ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അതിന് ഗവൺമെൻറ്റിൻ്റെ പൈസ പെട്ടെന്ന് മുടക്കിയൊക്കെ പറഞ്ഞാൽ കുറേ സമയം എടുക്കുമല്ലോ. ഈ അവിടുത്തെ സ്ഥാപനങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഈ സ്പോൺസർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ആളായിരിക്കും. അപ്പോൾ അവർ വികസിപ്പിച്ചാകുമ്പോൾ മന്ത്രി ഒന്ന് മുറിച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊന്ന് മുറിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ പോലും ഇല്ല അത്. സാധാരണ നമ്മുടെ ഫേസ്ബുക്കിലുള്ള എന്തെങ്കിലും പ്രചരണത്തിനാണെങ്കിൽ. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് എന്തോരണം പോയി. അത് വഴി കേരളത്തിൽ ഒന്നും ഉദ്ഘാടനം ചെയ്യാനില്ലാത്തതുകൊണ്ട് മന്ത്രി ഇതാ യു ടേൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഹെഡ് അദ്ദേഹത്തിൻ്റെ പത്രത്തിലും അതിനെക്കുറിച്ച് സെൻട്രൽ സ്പെഡിൽ എഴുതി ഒരു വീഡിയോയും ചെയ്തു. അതേ ദിവസമാണ് IBMൻ്റെ ചരിത്രത്തിലാദ്യമായി 2 കൊല്ലത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് 2ാമത്തെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ചരമക്കൊള്ളത്തിൻ്റെ താഴെ ഞാൻ പറയാനില്ല, പ്രാദേശിക വാർത്തയായിരുന്നു. മറ്റൊരു വലിയ വാർത്തയാണ്. ഇതാണ് നമ്മുടെ മാറേണ്ട ഒരു സംസ്കാരം എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഉള്ള രീതി കൂടി മാറിയാൽ നമുക്ക് കേരളത്തെ നന്നായി ഷോക്കേസ് ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് മറ്റ് സ്റ്റേറ്റിലൊന്നും ഇത്തരം പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഡൽഹിയിൽ നമ്മുടെ നെഗറ്റീവ് റോഡ് ഷോയിലെല്ലാം നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാം ആദ്യം. എന്നിട്ട് എൻ്റെ ഫാക്ട് എന്താണ്? ഇപ്പോൾ ഹിന്ദു ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. യൂണിയൻ ലേബർ മിനിസ്ട്രിയുടെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ 15 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്ന പണിമുടക്കങ്ങളുടെ 28% നമ്പർ 1 തമിഴ്നാട്ടിലാണ്, 17% ഇൻ മഹാരാഷ്ട്ര, 11% ഇൻ ഗുജറാത്ത്. നമ്മുടെ ധാരണ എന്താ? അവിടെ ഇങ്ങും ഈ പണിമുടക്കിൽ, ഇവിടെ കുറച്ച് ചുമന്ന കൊടിക്കാരുണ്ട്, അവർ ഈ പണിമുടക്കും പ്രശ്നം മുഴുവൻ ഉണ്ടാക്കും. വേറൊരു സ്ഥലത്തും ഈ പണിമുടക്കങ്ങൾ. ഇതാ ഹിന്ദുവിലെ വലിയ റിപ്പോർട്ട്. സാംസങ്ങിന്റെ പണിമുടക്കം നടന്ന അപ്പോൾ അവർ പറയുന്ന അവരുടെ കൺക്ലൂഷൻ ഇതാണ്: പണിമുടക്കങ്ങൾ വ്യവസായത്തിന് തടസ്സമല്ല, ഈ സ്റ്റേറ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറികളും വന്നിട്ടുള്ളത്. ഇതാണ് അവരുടെ കൺക്ലൂഷൻ റിപ്പോർട്ടിന്റെ. പക്ഷെ ഇതാണ് റിയാലിറ്റി. നമ്മുടെ ധാരണ എന്താ? ഇവിടെയാണ്, ഇവിടെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഒന്നും നമ്മുടെ പേര് നോക്കിയിട്ട് കാണാനുമില്ല. ഇപ്പോൾ മാതൃഭൂമിയിൽ മറ്റൊരു റിപ്പോർട്ട് വന്നു അല്ലേ, പണിമുടക്കങ്ങൾ കേരളത്തിൽ കുറവാണ്. ആവശ്യം വന്ന് ചിലപ്പോൾ പണിമുടക്കേണ്ട ഒരാളെടുക്കും. പക്ഷെ അതല്ല, പൊതു അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റം നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇപ്പോൾ ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞ വ്യവസായം, ഈസ് ഓഫ് ഡൂയിങ് റാങ്ക് ബിസിനസ് നമ്പർ 1, പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ചു. വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്നതല്ല അതിൻ്റെ പൊട്ടൻഷ്യൽ. ഞങ്ങൾ ബോംബെ പോയപ്പോൾ അവിടെ തന്നെ പറഞ്ഞു, ഇവിടുത്തെ പോർട്ട് ഉപയോഗിക്കണമെങ്കിൽ 7 ദിവസം ലാഭമാണ് വിഴിഞ്ഞം ഉപയോഗിച്ചത്. അത്രയും കോസ്റ്റ് മാറും. നമ്മളൊന്ന് ആലോചിക്കും, ലോകത്തിൽ ഇപ്പോൾ ഒരു ഫോൺ എടുക്കണമെങ്കിൽ ഇതിൻ്റെ കമ്പോണൻറ്റ് പല സ്ഥലത്തുനിന്നാണ് വരാം, ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്ത് വരും. ഇത് പല രാജ്യങ്ങളിൽ നിന്ന് വിഴിഞ്ഞം വരുന്നു, തിരുവനന്തപുരത്തൊരു മാനുഫാക്ചറിങ് സെന്ററിലേക്ക് എത്തുന്നു, അസംബിൾ ചെയ്യുന്നു, തിരിച്ച് വീണ്ടും കപ്പലിലേക്ക് പോകുന്നു. കപ്പലിൽ നിന്ന് വരുന്നു, പല രാജ്യങ്ങളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റായി മാറുന്നു, തിരിച്ച് വീണ്ടും കപ്പലിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വിഴിഞ്ഞം കോൺക്ലേവ് വരികയാണ് ജാനുവരി 28-29. അത് കഴിഞ്ഞ് ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവ് തിരുവനന്തപുരത്ത് തന്നെ. കാർ വലുത് നിങ്ങൾ വേണമെങ്കിൽ വേറെ സ്റ്റേറ്റ് ഉണ്ടാക്കിക്കോ, എല്ലാം ടെക്നോളജിയാണ്. ടെക്നോളജി നമ്മൾ തരാം. ഇപ്പോൾ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 2 ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ സ്ഥലം വലിയ പ്രശ്നമല്ല. ഇപ്പോൾ എല്ലാം ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്. അത് നമുക്ക് നൽകാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ വലിയ സാധ്യത. ഇപ്പം ഞങ്ങൾ 13-14 ഞങ്ങൾ ദുബായിലാണ്. റോഡ് ഷോ, ലാസ്റ്റ് റോഡ് ഷോ ദുബായിയാണ്. ദാവോസ് കേരളത്താണ്, ദാവോസിലും പോകുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പം അതിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ബാക്ക് ബോൺ ഈ വലിയ സംരംഭങ്ങളൊക്കെ വരുന്ന ശ്രമിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ വ്യവസായ വളർച്ച എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വ്യവസായ വൽക്കരണത്തിലും നിന്ന് വ്യത്യസ്തമാകുന്നു. അതിൽ പ്രധാനം ഇത് ഇൻക്ലൂസീവ് ആണെന്നുള്ളതാണ്. മറ്റിപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് ഞാൻ പോയത്, അവിടെ ഈ ചെറിയ ഇൻഡസ്ട്രികളുടെ തകർച്ചയിൽ നിന്ന് എങ്ങനെ കരകയറാം, കേരളത്തിൻ്റെ ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒന്ന് വിസ്തീരിക്കണമെന്നുണ്ടാണ് പോയത്. നമ്മുടെ പ്രത്യേകത നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ബിഗ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു. അല്ലാതെ വലിയ വ്യവസായങ്ങൾക്ക് മാത്രമല്ല. നമ്മുടെ ബാക്ക് ബോൺ MSME ആണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ
വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട ബാക്ക് ബോൺ MSME ആണ്. നമുക്ക് വലിയ സംവിധാനങ്ങളും വേണം. അത് ടെക്നോളജി ബേസ്ഡ് ആയിരിക്കും കൂടുതൽ. ഇന്നലെ നമ്മൾ ഗ്രഫീൻ അറോറ പദ്ധതി ക്യാബിനറ്റ് അംഗീകാരം നൽകി. നമ്മളും അവരും തമ്മിൽ MOU ഒപ്പുവെച്ചു. ഗ്രഫീൻ വലിയ തോതിൽ മുന്നോട്ട് വരുന്ന സാധ്യത. അപ്പോൾ പുതിയ എമർജിങ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി ഉപയോഗിക്കുക. ഇതാണ് ഇൻക്ലൂസീവ്നെസ്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു 40% വുമൺ ഓൺടർപ്രനേഴ്സ് ആണ്. SC ഓൺടർപ്രനേഴ്സ്, ST ഓൺടർപ്രനേഴ്സ് എല്ലാം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ്. ഇതാണ് ഇൻക്ലൂസീവ്നെസ്. ഈ ഇൻഡസ്ട്രിയലൈസേഷനകത്തും കാണാൻ കഴിയും. എന്നാൽ ചിലപ്പോൾ കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഡൽഹി പറഞ്ഞു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിലെ വരികണത് അവിടെ. അപ്പോൾ അവർ വലിയ ഇൻഡസ്ട്രിക്ക് സമ്മതിക്കും. 57 ഏപ്രിൽ 5 EMS മുഖ്യമന്ത്രിയായി അധികാരം വന്നപ്പോൾ അന്നത്തെ നയപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി. പുതിയ കമ്പനി വരുമ്പോൾ ഗവൺമെന്റ് ഒരു ഇക്വിറ്റി കൂടി എടുക്കണം, ഒരു കോൺഫിഡൻസ് നൽകാൻ. അല്ലെങ്കിൽ ഇവരൊക്കെ ആയതുകൊണ്ട് മുന്നോട്ട് പോകുക. അതിന് ഗവൺമെന്റ് ഒരു ഷെയർ. അന്ന് PPP ഒന്നും വന്നിട്ടില്ല. ആ ഗവൺമെന്റാണ് മാവൂർ ഗോളിയോർ ബിർളയെ കൊണ്ടുപോകുന്നത്. അന്ന് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ടാറ്റ, ബിർള, ഗോയങ്ക എന്ന് വിളിച്ച് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ ഇവിടെ ബിർളയെ കൊണ്ടുപോകും. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിനകത്തെ ഭരണഘടന നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നിട്ടാണ്. അതിൽ ഓരോ സ്റ്റേറ്റും കോമ്പറ്റീറ്റീവായി പോവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരാം, വ്യവസായം കൊണ്ടുവരാം. ഇതാണ് ഗവൺമെന്റിന്റെ പൊതുവായ നയം എന്നുള്ളത്. അതിൽ നിങ്ങളുടെ ഈ മിഷൻ 1000 വഴി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ MSME സെക്ടറിന്റെ ചില കുറവുകൾ. ഒന്ന്, ടെക്നോളജിയെ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. അത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി വ്യവസായം മാത്രമല്ല, മാനേജ്മെന്റിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പണ്ടാണെങ്കിൽ നമ്മൾ ഈ വിവരമൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ വിശകലനം ചെയ്യണം. ഇപ്പോൾ ChatGPT കൊടുത്താൽ പോലും 4-5 സൊല്യൂഷൻ പറഞ്ഞു തരും. അത് പോരാ, വേറെ തരാൻ പറഞ്ഞാൽ വേറെ തരും. അപ്പം അതിനേക്കാൾ ഇതിന് വേണ്ടി വന്ന പ്രൊഫഷണൽ ടൂൾസ് വരെ ഉണ്ടാവും. മാർക്കറ്റിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ചിലർ നന്നായി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഒരു MSME ഈ ചാണകം ഉണ്ടാക്കിയിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് ഫ്ലിപ്കാർട്ട് വെച്ചേക്കാണ്. ഭയങ്കര വിൽപ്പന. ഇപ്പോൾ ചെറിയ ഉരുള ഇങ്ങനെ കത്തിക്കാൻ, ഭസ്മട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഇതാണ്. ചിലർ ഓരോന്നും മാർക്കറ്റ് കണ്ടിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പോ പലതിലും ഇപ്പോൾ പാല് എങ്ങനെ, അല്ലെങ്കിൽ നെയ്യ് എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ പച്ചക്കറി എങ്ങനെ കൊണ്ടുപോകുന്നു, മറ്റ് ഫ്രൂട്ട്സ് എങ്ങനെ ഓരോന്നിനും വിപണി സാധ്യതകളുണ്ട്. ഇപ്പോ KP നമ്പൂതിരിസിന്റെ പഴയ വിപണിയല്ലേ ഇപ്പോ, അല്ലേ? അപ്പൊ നിങ്ങളും നന്നായി മാർക്കറ്റൊക്കെ ഉപയോഗിക്കും. പരസ്യം പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. വിപണനത്തിൽ മാത്രമല്ല, ഉൽപാദനത്തിലും മാനേജ്മെന്റിലും സാങ്കേതിക വിദ്യ നന്നായി ഉപയോഗിക്കാൻ കഴിയും. അതിന് ഗവൺമെന്റിൻ്റെതായ എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് വേണോ? ചില വർക്ക്ഷോപ്പുകൾ, പരിപാടികൾ, അത് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഈ മിഷൻ 1000ന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ചിലപ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ പലരും അത്തരത്തിലുള്ള സപ്പോർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നന്നായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സപ്ലൈ ഓർഡർ ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് ആണോ? ഇപ്പൊ നമ്മൾ 50 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. SLBCയുടെ കൺവീനർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ബാങ്കുകളുമായിട്ട് ബാങ്കുകൾക്കും പ്രത്യേകമായ ടൂൾ ഉണ്ടാക്കാം ഇതിനു വേണ്ടി. ഇപ്പോൾ നന്നായി പോകുന്ന സ്ഥാപനം സപ്ലൈ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എസ്ക്രോ അക്കൗണ്ട് വർക്ക് ചെയ്താൽ മതി. പൈസ ആ വഴി ഇങ്ങ് വന്നാൽ മതി. അപ്പോൾ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. പൈസ കിട്ടുമ്പോൾ തിരിച്ച് ബാങ്കിന് പൈസ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഉറപ്പ് വരുത്താൻ കഴിയും. ബാങ്കുകൾക്കും അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും. അതിപ്പോൾ ചില ബാങ്കുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. SLBC അത് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് നൽകുന്ന ഈ സപ്പോർട്ടിന് പുറത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട്. പിന്നെ ടെക്നോളജി വെച്ച് മോഡേണൈസേഷൻ, അത് പ്രധാനപ്പെട്ടതാണ്. വെല്ലുവിളി വരുമ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ട് സാധ്യതയാക്കി മാറ്റാൻ കഴിയണം. അതെല്ലായിടത്തും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങളും ഇവനനുസരിച്ച് ഇപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് നിങ്ങളെ ഞങ്ങൾ കാണുന്നത് ഈ സപ്പോർട്ട് ചെയ്യുന്നത് റെക്കഗ്നേഷൻ നൽകുന്നു എന്നുള്ളതാണ്.
അതാ പ്രധാനം. സാമ്പത്തികം ചിലപ്പോൾ ഒരു ദിവസം വൈകും, 2 ദിവസം വൈകും. നമ്മുടെ ഒരു സാമ്പത്തിക ആരോഗ്യത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കുറഞ്ഞല്ലോ എന്ന് വെച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് ഇരിക്കേണ്ടതില്ല. ബാക്കി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും. നല്ല രീതിയിൽ നിങ്ങൾ പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോവുക, അതാ പ്രധാനം. ഇന്നത്തെ മാനേജ്മെന്റ് രീതികളിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്കൊരു അവസരമാണ്. ഇപ്പം ഞങ്ങൾ KSIDC 1000 കോടി വായ്പ ഒരു വർഷത്തെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ ചടങ്ങുണ്ടായിരുന്നു എറണാകുളത്ത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നമുക്ക് മലബാർ, ഇപ്പോൾ ചില ഒരു പുതിയ വർത്താനം ഉണ്ടാവും. ചില ഇപ്പോൾ കൊച്ചിയിൽ ഒരു പരിപാടി വന്ന ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, കൊച്ചിയാണോ കേരളം എന്ന് ചോദിക്കും. തിരുവനന്തപുരത്ത് ഉദ്ഘാടനം വന്ന ചിലത് അപ്പോൾ അതിനടിയിൽ വരും തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ, കോഴിക്കോടില്ലേ, മലബാർ കേരളത്തിന്റെ ഭാഗമല്ലേ. ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ വിരുദ്ധന്മാരുടെ ഇപ്പോഴത്തെ രീതി ഇതാണ്. നേരത്തെ ഒന്നുമില്ല എന്നായിരുന്നു, ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. എല്ലായിടത്തും ഉണ്ട്. കേരളത്തിന്റെ ഒരു പ്രത്യേകത, ആസ് എ ഹോൾ ഇറ്റ് ഈസ് എ സിറ്റി. ലോകത്തിൽ ഏറ്റവും വലിയ നഗരമാണ് കേരളം. ഇപ്പോ ഇറ്റാലിയൻ കമ്പനി ഇന്ത്യയിൽ ആകെ കൺസൾട്ടന്റ് വെച്ച് നോക്കിയിട്ട് അവസാനം അവരുടെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്ന ആലങ്ങാട് പഞ്ചായത്തിൽ എറണാകുളത്ത്. ശ്രീധർ വെമ്പുവിന്റെ കമ്പനി അവർ തുടങ്ങിയത് കൊല്ലത്താണ്, ഗ്രാമത്തിലാണ്, കൊല്ലം നഗരത്തിലല്ല, കുളക്കടൻ കൊട്ടാരക്കരയല്ല, ഗ്രാമത്തിലാണ്. ഞങ്ങൾ ഒരു വർഷം മുമ്പ് അനന്തപുരം എസ്റ്റേറ്റിൽ പോയിട്ട് ഒറ്റ ദിവസം മാനേജർ GM ഇല്ലേ 13 ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസം പോയിട്ട് 7 ഉദ്ഘാടനം ചെയ്തു, 6 ഉദ്ഘാടനം ചെയ്തു, 7 കല്ലിട്ടു. ഇവിടെ മഞ്ചേശ്വരത്തി മണ്ഡലേ പറയണത്. കാസർഗോഡ് കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് വലിയ വെളിച്ചം ഇൻഡസ്ട്രിയൽ പാർക്കിൽ പോയി. അവിടെ ഏറ്റവും വലിയ പാർട്ടീഷൻ ബോർഡിന്റെ ഒരു മരം ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ പാർട്ടീഷൻ ബോർഡായിട്ട് വരാണ്. ഏറ്റവും മോഡേൺ ടെക്നോളജി, വലിയ ക്യാമ്പസാണ്. ആദ്യം ഈ സംരംഭകൻ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിട്ടപ്പോൾ പിറ്റേ ദിവസം പോയതിനൊക്കെ വേഗത്തിൽ അദ്ദേഹം തിരിച്ചു വന്നു. സാർ അവിടെ പറ്റില്ല, അവിടെ കുറുക്കന്മാരൊക്കെ ആരും ഇല്ല അവിടെ. എന്നിട്ട് ആകെ ഉണ്ടായിരുന്ന റെപ്കോവും കാംകോ ആയിരുന്നു. കണ്ണൂർ ആടില്ല അവിടെ, അവർ മാത്രമുണ്ട്. ഇപ്പൊ അവരും പൂട്ടി. ഇപ്പോ അവിടെ സ്ഥലമില്ല. ആ കമ്പനി ഞാൻ കഴിഞ്ഞ ഓഫീസ് ഞാൻ ഉദ്ഘാടനം ചെയ്ത കമ്പനിയുടെ സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞ ദിവസം. ഗ്രീൻ ക്യാമ്പസ് ആണ്, 10-20 ഏക്കറിൽ ഒരു ഗ്രീൻ ക്യാമ്പസ്. മറ്റ് സ്ഥലം അലോട്ട് ചെയ്ത് കഴിഞ്ഞു. രാമനാട്ടുകര 2006 എടുത്തിട്ടാണ്, പല പ്രശ്നങ്ങൾ വരെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി തുടങ്ങി, കംപ്ലീറ്റ് പോയി, ബാക്കി സ്ഥലം ഡെവലപ്പ് ചെയ്യാണ്. കുറ്റ്യാടി 2006 കിടന്നാണ് നാളികേര പാർക്ക്. കുറച്ച് കടുപ്പുള്ള സ്ഥലമാണ്, കാടും ഇതൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇന്നിപ്പോൾ 4 മണിക്കാണ് കല്യാണിന്റെ ഒരു ചെറിയ സംരംഭം പുഴയ്ക്കൽപ്പാടത്ത് ഉദ്ഘാടനം ചെയ്യാണ്. അതിനോട് ചേർന്ന് പുഴയ്ക്കൽപ്പാടം കിൻഫ്രയുടെ സ്ഥലം 2006 എടുത്തതാണ്. അതിനുശേഷം ശോഭ സിറ്റിയും ലുലു ഒക്കെ വന്നു. പക്ഷെ കിൻഫ്രയ്ക്ക് മാത്രം അംഗീകാരം കിട്ടിയില്ല. ഇപ്പോൾ അംഗീകാരം കിട്ടി. അവിടെ ജമ്മൻ ജ്വല്ലറി പാർക്ക് വരാണ്. ഇപ്പോൾ 2 പേർക്ക് അലോട്ട്മെന്റ് കഴിയാറായി. തൊടുപുഴ ഞങ്ങൾ സ്പൈസസ് പാർക്ക് തുടങ്ങുമ്പോൾ ഇടുക്കിയിൽ വരുമെന്ന് കരുതിയ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും അലോട്ട്മെന്റ് കഴിഞ്ഞു. വിപ്രോ ഇപ്പോൾ അവിടെയാണ്. ഇനി അത് വീണ്ടും എക്സ്പാൻഷനിലേക്ക് പോവാണ്. വിയറ്റ്നാമിന്റെ ഹോം അപ്ലയൻസസ് കമ്പനി ആലപ്പുഴയിലാണ്, ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ മറൈൻ പാർക്ക് വരികയാണ്. വയനാട് എനിക്ക് എപ്പോഴും പോകാൻ സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല. മറ്റേ 2 കണ്ടെയ്നർ വെച്ച് പൊറോട്ട വിദേശത്തേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അവിടെയാണ് നമ്മുടെ കാർബൺ ന്യൂട്രൽ പാർക്ക് വരുന്നത്. ഇങ്ങനെ എല്ലായിടത്തും, കേരളത്തെ എല്ലായിടത്തും നല്ല സാധ്യതയുണ്ട്. അപ്പം അത് നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പാലക്കാടാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി റെഡിയായി. ആദ്യത്തെ ഭാഗം നമ്മൾ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് SPVക്ക് ഡെവലപ്മെന്റ് ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ തന്നെ ബെമ്മലിന്റെ ലാൻഡ് നമുക്ക് കിട്ടി. അവിടെ BPCL ഒരു ഭാഗം കൊടുത്തു, ബാക്കി ഡെവലപ്പ് ചെയ്ത് അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ മറ്റു കാര്യങ്ങൾ വരികയാണ്. പെട്രോ കെമിക്കൽ പാർക്ക് ഇവിടെ അതിവേഗത്തിലാണ് മുന്നോട്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ 2 കമ്പനി ഞാൻ ഉദ്ഘാടനം ചെയ്തു. പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യമായിരുന്നു എക്സിബിഷൻ സെന്റർ. അതിപ്പോൾ യാഥാർത്ഥ്യമായി, നിങ്ങളുടെ എക്സിബിഷൻ നടന്നു. ഇനിയിപ്പോൾ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം, അത് നേരത്തെ നമ്മൾ കുറച്ച് കഴിഞ്ഞ ഉദ്ഘാടനം വെച്ചു. പക്ഷെ ഇപ്പോൾ തന്നെ ബുക്കിംഗ് ആയിപ്പോയി. ബുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനം വെച്ചതിൽ ഒരു അനൗചിത്യമുള്ള നേരത്തെ തന്നെ നടത്തണമെന്നാണ് ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയപ്പോൾ കിൻഫ്രയുടെ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നല്ല അന്തരീക്ഷമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു.
ചിലരെങ്കിലും കരുതുമ്പോൾ ഇനിയിപ്പോൾ ഗവൺമെന്റിന്റെ കാര്യമില്ല, ഇങ്ങനെ പോട്ടെ എന്നായിരിക്കും. നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് KSIDCയുടെ പരിപാടി ഇവിടെ നടന്നപ്പോൾ ഇത്രയും കാലമായി KSIDCയുടെ വായ്പ വാങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഒരു ചെറിയ കടലാസ് ഒരു ഇതാണ് കൊടുക്കുന്നത്, ഒരു ചെറിയ മെമൻറ്റോ. അതിലൊരു സംരംഭകം പറയും തുടങ്ങുന്ന അന്ന് മുതൽ ഞാനിത് ആദ്യമായിട്ടാണ് റെക്കഗ്നേഷൻ കിട്ടുന്നത്, ആദ്യമായിട്ടാണ് അംഗീകാരം. അപ്പൊ ഇതും നിങ്ങൾ പണം പിന്തുണ എന്നതോടപ്പുറം നിങ്ങൾക്കുള്ള അംഗീകാരമാണ്. കേരളത്തിന്റെ പ്രതീകങ്ങളായ 1000 ഇൻഡസ്ട്രികളായിട്ട് നിങ്ങൾ അതിൽ ആദ്യ ഘട്ടത്തിൽ 260 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ഓട്ടം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ഏറ്റവും ആദ്യം ലക്ഷ്യം കൈവരിക്കുന്നത് അവർക്ക് പ്രത്യേകം ഒരു അവാർഡ് കൂടി നൽകും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുക എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.